മൈദയും അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും അളവിൽ എടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ടെങ്കിലും ഒരു കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഒട്ടും തരികൾ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും, കൂടുതലാവണ്ട കേട്ടോ. ഇതിൽ ഈ ഒരു നമ്മളിപ്പോൾ അടിച്ച ഈ ഒരു തക്കാളിൻ്റെ മിക്സില്ല, അതിൻ്റെ അകത്തൊന്ന് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ നമുക്ക് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിൽ വെള്ളം പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കുഴച്ച് നോക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഇതേപോലെ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ നല്ലോണം. കാരണം ചോറും അതുപോലെ തന്നെ തക്കാളിയൊക്കെ അല്ലേ, അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇത് പാകത്തിനുള്ള വെള്ളമായിരുന്നു അതിലുള്ളത്. അപ്പോൾ ഞാൻ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ല. നമ്മൾ പൊറാട്ടക്കൊക്കെ കുഴക്കിയില്ലേ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നോട്ടെ കുഴച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവാത്തൊരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. മാവ് ഞാനവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് കേട്ടോ. ഇനി നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിവിടെ 2 ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എന്നതിന് ശേഷം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് കുറച്ചൊന്ന് കളറ് മാറി വന്നോട്ടെ കേട്ടോ. കളറ് മാറിയിട്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി അതും ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ. ആ തക്കാളി വന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ. അതുവരെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ആവിയിൽ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതിയാവും. അപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലെ മാവ് നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ല. അപ്പോൾ അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയും കുറച്ച് നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പം നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പം പൊറാട്ടയ്ക്ക് ബോൾസ് പിടിക്കുന്നതിനേക്കാട്ടും കുറച്ച് ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് പിടിച്ചത്. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കട്ടെ. ഓരോ ബോൾസിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. ഇതേപോലെ ആക്കി കൊടുത്താൽ മതിയാവും. മുഴുവനായിട്ട് ഇതേപോലെ തേച്ചിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഒരു ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റോളർ വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം വലിപ്പത്തിൽ വേണ്ട, കുറച്ചൊന്ന് നമ്മൾ ചപ്പാത്തിനേക്കാട്ടും കുറച്ച് ചെറുതാക്കിയിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വലിഞ്ഞ് കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഓരോന്നും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ പരത്തുന്ന സമയത്ത് മുകളിലായിട്ട് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അട്ടിക്കിടുന്ന സമയത്ത് പറ്റി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൽ നിന്ന് അടിഭാഗത്തുനിന്ന് ഓരോ ചപ്പാത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇത് വലിഞ്ഞിക്കുണ്ടാവും കേട്ടോ. നല്ലോണം നൈസാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നാക്കി തന്നെ പരത്തുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, നെയ്യും ചേർത്ത് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പുഴുങ്ങിയ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 5 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് ഓരോ മടക്കി വെച്ച ആ ഒരു പത്തിരി നമുക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ ചെയ്തത്. നേരത്തെ ഞാനൊന്ന് കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതിയാവും കേട്ടോ. എന്നിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതിയാവും. ഇപ്പുറം നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇടുക, പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. ഉൾഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. കുറേശ്ശെ ഓയിലോ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ മുരിച്ചെടുത്താൽ മതിയാവും. 2 സൈഡിലൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് 2 സൈഡും. ഇത്രയും മതിയാവും. വെന്ത് കഴിഞ്ഞാൽ ഓരോന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇതേപോലെ ചുട്ടെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇഷ്ടമാവും.
രാവിലെ ആയാലും വൈകുന്നേരം ആയാലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് എന്ന്. ഇപ്പോൾ ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഞെരിഞ്ഞിട്ടാണ് കേട്ടോ മുകൾ ഭാഗമുള്ളത്. ഞെരിവോട് കൂടിയ മസാലയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ചെയ്ത് വെച്ചാൽ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്.